കഞ്ചാവിന്റെയും ലഹരിമരുന്നിന്റെയും അതിനെ തുടർന്നുണ്ടാകുന്ന അക്രമ സംഭവങ്ങളുടെയും വാർത്തകളില്ലാത്ത ദിവസങ്ങളില്ല. എക്സൈസും പോലീസും പരിശോധന കർശനമാക്കിയതോടെ കൊച്ചിയിൽ ആലുവ KSRTC ബസ് സ്റ്റാൻഡിന്റെ ശുചിമുറി ലഹരി മാഫിയ താവളമാക്കിയ വാർത്തയാണ് ഇന്ന് വന്നത്. ശുചിമുറിയിലെ ഫ്ലഷ് ടാങ്കിൽ നിന്ന് ലഹരി കുപ്പികളും സിറിഞ്ചുകളും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സിറിഞ്ചുകളുടെയും ലഹരി കുപ്പികളുടെയും ദൃശ്യങ്ങൾ 24 ലഭിച്ചു. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചത് എറണാകുളത്തെ ലഹരി സംഘം എന്ന കണ്ടെത്തലും ഇന്നുണ്ടായി. പിടിയിലായത് ഇതര സംസ്ഥാന ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനികളാണ്. കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന മുഖ്യ വിതരണക്കാരനെ ഇന്ന് ബംഗളൂരുവിൽ നിന്ന് പിടികൂടി. പോലീസും എക്സൈസും പരിശോധന കർശനമാക്കിയതോടെയാണ് ലഹരി മാഫിയ പുതിയ ഇടത്താവളം കണ്ടെത്തിയത്. ആലുവ KSRTC ബസ് സ്റ്റാൻഡിലെ ശുചിമുറികളാണ് പുതിയ ഒളിത്താവളം. പോലീസിന്റെയും എക്സൈസിന്റെയും ശ്രദ്ധയിൽപ്പെടാതെ ശുചിമുറികളിൽ കയറി ലഹരി ഉപയോഗിക്കാമെന്നതാണ് ലഹരി മാഫിയയുടെ പുതിയ തന്ത്രം. ഉപയോഗിച്ച സിറിഞ്ചുകളും ലഹരിക്കുപ്പികളും ഫ്ലഷ് ബോക്സിൽ ഇട്ടതോടെയാണ് സംഭവം പുറത്തു വന്നത്. ഫ്ലഷുകൾ പ്രവർത്തിക്കാതിരുന്നതോടെ നടത്തിയ പരിശോധനയിലാണ് ശുചിമുറികൾ ദുരുപയോഗം ചെയ്യുന്ന വിവരം അധികൃതർ മനസ്സിലാക്കിയത്. നിരവധി സിറിഞ്ചുകളും കുപ്പികളും ഇവിടെ നിന്ന് കണ്ടെത്തി. എക്സൈസും പോലീസും ചേർന്ന് നാടും നഗരവും അരിച്ചു പെറുക്കുമ്പോഴാണ് ആലുവ നഗരഹൃദയത്തിൽ തന്നെ ലഹരി മാഫിയ ഒളിത്താവളമാക്കിയതെന്നത് ശ്രദ്ധേയം. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചത് എറണാകുളത്തെ ലഹരി സംഘം എന്ന കണ്ടെത്തലും ഇന്നുണ്ടായി. ഇതര സംസ്ഥാന ലോബിയാണ് എറണാകുളത്തെ കഞ്ചാവ് വിൽപ്പനയിൽ പ്രധാനികൾ. എറണാകുളം നഗരം, കളമശ്ശേരി, ആലുവ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചാണ് വിൽപ്പന. ഒഡീഷ, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നാണ് കഞ്ചാവ് എത്തിക്കുന്നത്. ഇന്നലെ നെടുമ്പാശ്ശേരിയിൽ 1 കിലോ കഞ്ചാവുമായി പിടികൂടിയ മുർഷിദാബാദ് സ്വദേശി ദീപക്കും ഈ ഗ്യാങ്ങിലെ അംഗമാണ്. 6000 രൂപയ്ക്ക് ലഭിക്കുന്ന കഞ്ചാവ് മലയാളികൾക്ക് കൈമാറുന്നത് 18,000 മുതൽ 24,000 എന്ന നിരക്കിൽ. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ പൂർവ്വ വിദ്യാർത്ഥി ഷാലിക്കുമായി ഇതര സംസ്ഥാനക്കാർ കഞ്ചാവ് ഇടപാട് തുടങ്ങിയിട്ട് 6 മാസമായെന്നാണ് കണ്ടെത്തൽ. ഷാലിക്കിന്റെയും അനുരാജിന്റെയും അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കൂ. ഇതുവരെ കളമശ്ശേരി പോളിടെക്നിക് ലഹരിവേട്ടയിൽ 8 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന മുഖ്യ വിതരണക്കാരനെ ഇന്ന് പിടികൂടി. കൂടല്ലൂർ സ്വദേശി ജോമോനാണ് ബംഗളൂരുവിൽ വെച്ച് എക്സൈസ് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത്. കേരളത്തിൽ കഞ്ചാവ് വിതരണം നടത്തുന്നതിൽ പ്രധാനിയാണ് പിടിയിലായ ജോമോൻ. മലയാളിയും കൂടല്ലൂർ സ്വദേശിയുമായ ഇയാൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബംഗളൂരുവിൽ സ്ഥിരതാമസക്കാരനാണ്. ഈ കഞ്ചാവ് നിരയായി 66 കിലോ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു കാളികാവ് റേഞ്ചിലേക്ക് ആ കേസെടുത്ത പരിധിയിലേക്ക് മാത്രമായിരിക്കില്ല. അത് ജില്ലയ്ക്ക് വെളിയിലേക്ക് പല ജില്ലയിലേക്കും പോകാനുള്ള സാധനമുണ്ട്. ഇത് ആദ്യമായല്ല. ഈ ടിയാന ഇതിനു മുമ്പ് തന്നെ 2022 പാലക്കാട് വെച്ച് പിടിച്ചിട്ടുണ്ട്. പാലക്കാട് വാളയാറിൽ വെച്ച് പിടിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങൾക്ക് അന്വേഷണം മനസ്സിലാക്കുന്നത് കേരളത്തിലേക്ക് മൊത്തം ആന്ധ്രയിൽ നിന്ന് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്ന ലോബിയിലെ ഒരു പ്രധാന കണ്ണി തന്നെയാണ് പുള്ളി. സംഭവത്തിൽ ചില്ലറ വിൽപ്പനക്കാരിലേക്കും അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. ലഹരി മാഫിയക്കെതിരെ എക്സൈസും പോലീസും കർശന നടപടികൾ സ്വീകരിക്കുമ്പോഴും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വ്യാപനവും യഥേഷ്ടം തുടരുന്നുവെന്ന് വേണം കരുതാൻ. ആലുവയിലെ ലഹരി മാഫിയയുടെ പുതിയ ഇടത്താവളം ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാനാകില്ല. റാഫി കരീം, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.